ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം തികയും മുന്നേ നാശത്തിന്റെ വക്കിൽ നെല്ലായയിലെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം. നടത്തിപ്പ് ഏറ്റെടുത്ത കുടുംബശ്രീ യൂണിറ്റിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനമാണ് ടേക്ക് എ ബ്രേക്ക് സംവിധാനം നശിക്കാൻ കാരണമെന്ന് ആരോപണം. 2024 ഡിസംബറിലാണ് 50 ലക്ഷത്തിലധികം രൂപ ചിലവിട്ട് നെല്ലായ പേങ്ങാട്ടിരി സെന്ററിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തത്. പേങ്ങാട്ടിരിയുടെ മുഖഛായ തന്നെ മാറ്റിയ ഈ സംവിധാനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് പഞ്ചായത്തും പൊതുജനങ്ങളും ഏറ്റെടുത്തത്. ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ, യൂറിനൽ ടോയ്ലറ്റ് സൗകര്യം, വാഷ് ബേസിൻ, ഷോപ്പിംഗ് റൂം എന്നിവ അടങ്ങുന്നതാണ് ടേക്ക് എ ബ്രേക്ക് കെട്ടിടം. ഉദ്ഘാടന ശേഷം ടേക്ക് എ ബ്രേക്ക് കെട്ടിടം നടത്തിപ്പിനായി ശ്രീപദം കുടുംബശ്രീ യൂണിറ്റ് കരാർ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ ഒരു വർഷം പൂർത്തിയാകുമ്പോഴേക്കും കരാർ വ്യവസ്ഥകളിൽ ഒന്നുപോലും പാലിച്ചില്ലെന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ടേക്ക് എ ബ്രേക്കിൽ സംഭവിച്ചിരിക്കുന്നത്. 4 മണിക്കൂർ ഇടവിട്ട് ടോയ്ലറ്റുകളിൽ ക്ലീനിംഗ് പ്രവൃത്തികൾ നടത്തണമെന്നിരിക്കെ യാതൊരുവിധ ക്ലീനിംഗ് പ്രവൃത്തികളും നടന്നിരുന്നില്ല. എന്നുമാത്രമല്ല, പൈപ്പുകളും ഉപകരണങ്ങളും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ട നിലയിലാണ്. ടോയ്ലറ്റിലും മറ്റിടങ്ങളിലും സൂചനാ ബോർഡുകളും യൂസർ ഫ്രീ വിവരങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടില്ല. കൂടാതെ ഉപയോക്താക്കളിൽ നിന്നും ഈടാക്കിയ യൂസർ ഫീയുടെ കണക്കുകളും പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടില്ലെന്ന് പറയുന്നു. കെട്ടിടത്തിലെ ഷോപ്പിംഗ് റൂം 1 രൂപ പോലും വാടക ഈടാക്കാതെയാണ് കുടുംബശ്രീക്ക് നൽകിയിരുന്നത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന കഫറ്റീരിയയുടെ നടത്തിപ്പിനായി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും കെട്ടിടത്തിൽ നടത്തിയിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക് സംവിധാനം അതീവ ശോചനാവസ്ഥയിലായതോടെ നടത്തിപ്പ് ഏറ്റെടുത്തിരുന്ന കുടുംബശ്രീ ഉത്തരവാദിത്തം ഒഴിഞ്ഞതായാണ് വിവരം. ഇനി ടോയ്ലറ്റുകളുടെയും ടേക്ക് എ ബ്രേക്ക് സംവിധാനത്തിന്റെയും പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ പഞ്ചായത്ത് വലിയ സംഖ്യ മുടക്കേണ്ട അവസ്ഥയിലാണ്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദം ആവേണ്ട ടേക്ക് എ ബ്രേക്ക് കെട്ടിടം നടത്തിപ്പുകാരുടെ നിരുത്തരവാദിത്തപരമായ സമീപനം മൂലം നശിച്ചു പോകുന്നത് അങ്ങേയറ്റം ഖേദകരമാണെന്നും തുടർ നടപടികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുൻ പഞ്ചായത്ത് മെമ്പറും യൂത്ത് ലീഗ് നേതാവുമായ മാടാല മുഹമ്മദ് അലി പറഞ്ഞു. നമ്മുടെ പേങ്ങാട്ടിയിൽ നെല്ലായ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ടേക്ക് എ ബ്രേക്ക്. ഏകദേശം 55 ലക്ഷം രൂപ ചെലവഴിച്ച് ബഹുമാനനായ അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MB രാജേഷ് വന്ന് ഉദ്ഘാടനം ചെയ്ത മനോഹരമായ കെട്ടിടം ഇന്ന് അടഞ്ഞുകിടക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, അത് നടത്തിപ്പിന് വേണ്ടി എടുത്ത കുടുംബശ്രീ അത് പരിപാലിക്കാത്തതിൻ്റെ ഭാഗമായി ബാത്റൂം, ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു കിടക്കുകയാണ്. ഇനി മറ്റൊരു കുടുംബശ്രീക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ കൊടുക്കണമെങ്കിൽ വലിയൊരു സംഖ്യ ചെലവാക്കേണ്ട ഒരവസ്ഥയാണ് നിലവിലുള്ളത്. നമ്മൾ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി വെച്ച മുഴുവൻ കരാറുകളും ലംഘിച്ചാണ് നിലവിൽ നടത്താൻ ചുമതലയുള്ള കുടുംബശ്രീ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഭാഗമായി തന്നെ അവർ നിലവിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വെച്ചിട്ടുള്ള മുഴുവൻ കരാർ ലംഘിച്ചെന്ന് മാത്രമല്ല, അനധികൃത നിർമ്മാണം നടത്തിയിരുന്നത്. നടത്തിയിൽ നമുക്ക് പരാതിയില്ല. നിലവിൽ 2 മാസക്കാലമായി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതി യോഗത്തിന് നിലവിലെ മെമ്പർ കത്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ വളരെ ശോചനീയാവസ്ഥയിലാണ് കെട്ടിടം കിടക്കുന്നത്. വളരെ മനോഹരമായ ഏകദേശം 55 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം ഇത്തരത്തിലുള്ള അവസ്ഥയിൽ കിടക്കുന്നത് വളരെ പ്രയാസകരമാണ്, ബുദ്ധിമുട്ടാണ്. ജനശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിവ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.